ഹായ്, സുനീറാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 2 വർഷവും അത് 4 മാസം 5 മാസം പൂർത്തിയാവാനായിട്ടുണ്ട്. 2024 മെയ് മാസമാണ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പോയിട്ടുള്ളത്. മെയ് 8-ാം തീയതി ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നതെങ്കിലും 8-ാം തീയതി ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് എൻ്റെ ബോഡി ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ കേവലം 10 രൂപയാണ് ഗ്രാഫ്റ്റിന് ഉണ്ടായിരുന്നത്. അന്നത്തെ മെത്തേഡ് പെൻ മെത്തേഡാണ്. അതായത് നമുക്കിവിടെ ചെറിയ മുറിവുണ്ടാക്കുന്ന സ്ലിറ്റ് ഇടുന്ന ആ മെത്തേഡ് പെൻ മെത്തേഡാണ്. ഇന്ന് സഫയറൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളും നിർബന്ധമായിട്ടും മുടി വെക്കാൻ വേണ്ടിയിട്ട് പോവുക. മുടിയില്ലാത്തതിൻ്റെ വിഷമം നമുക്കറിയാം, ഓരോരുത്തർക്കും അറിയാം അല്ലേ. ഇപ്പം ട്രാൻസ്പ്ലാന്റേഷനെ അല്ലെങ്കിൽ HNSനെയൊക്കെ വിമർശിക്കുന്നവർക്ക് പ്രത്യേകിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ റിസൾട്ടാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്ഥാപനം അല്ലെങ്കിൽ HNS ഇല്ലായിരുന്നുവെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മളെ കൃത്യമായിട്ട് ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായിട്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവിടെ ചികിത്സകളൊക്കെ തരുന്നുള്ളത്. അപ്പം ഇവിടെ എൻ്റെ ട്രാൻസ്പ്ലാന്റിന് 35,000 രൂപ പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. ഇതേവരെ ശരിക്കും പറഞ്ഞാൽ 6 അന്നത്തെ PRP 6 ഫ്രീ ഉണ്ട്. 6 PRPകളല്ലാതെ മറ്റൊരു GFCയോ PRPയോ അല്ലെങ്കിൽ ബയോട്ടിനൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം എൻ്റെ മുടി ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ പിറകിലെ ഭാഗം ഇല്ല, ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിറകിൽ കുറച്ചും കൂടി ഉണ്ട്, കുറവുണ്ട്. ആ ഭാഗത്തൂടെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില പ്രയാസങ്ങളാലാണ് വെക്കാത്തത്. അപ്പം HNSനെയും അല്ലെങ്കിൽ 10 രൂപയും വിമർശിക്കുന്നവർക്ക് നമുക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ റിസൾട്ടാണ്. എൻ്റെ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവരുടെ വീഡിയോകൾ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോകൾ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പലരും അവരുടെ വ്യക്തിപരമായ ചില പ്രയാസങ്ങളാൽ ചിലപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മളൊരു മരം നട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് വളവും കാര്യങ്ങളും പരിചരണമൊക്കെ കൊടുക്കണം. അതേപോലെ നമ്മൾ ഇവിടെ നട്ടുവെക്കുന്ന മുടിയുടെ ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ ബ്ലഡിലൂടെ കൊടുത്താൽ GFCയോ അല്ലെങ്കിൽ PRPയോ ഇതിനാവശ്യമുണ്ടായി വരില്ല. ഓക്കെ, അപ്പം ഞാൻ പ്രധാനമായിട്ടും എൻ്റെ 2 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷവും 2.5 വർഷത്തോളം ആവുന്ന എൻ്റെ റിസൾട്ടിനെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും അല്ലെങ്കിൽ വിവരങ്ങളുമായിട്ട് അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ കാത്തിരിക്കാം. ബൈ.